കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ നാലുപാടും തലങ്ങും വിലങ്ങും ഓടുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് SFIOയും അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായിട്ടുള്ള നീക്കത്തിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പിടിമുറുക്കിയിരിക്കുന്നത്. കരിമണൽ കമ്പനിയായ CMRL നിന്നും മാസപ്പടി വാങ്ങിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വീണ വിജയന് കൂടുതൽ കുരുക്കുമുറുക്കി കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ കളത്തിലിറങ്ങിയിരിക്കുന്നത്. മാസപ്പടി കേസിൽ അന്വേഷണം വേഗത്തിലാക്കി തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ വീണ വിജയനെ ഉടനടി ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം തന്നെയാണ് ED നടത്തുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഇതിനൊപ്പം തന്നെ CMRL MD ആയ ശശിധരൻ കർത്തിയെയും ചോദ്യം ചെയ്തേക്കുമെന്ന സൂചന ലഭിക്കുന്നുണ്ട്. ഇതിന്റെ തുടക്കമെന്നോണം മാസപ്പടി കേസിൽ CMRL ഫിനാൻസ് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനോട് നാളെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ളൊരു നോട്ടീസ് ED നൽകിയിട്ടുണ്ട്. കൊച്ചിയിലെ ഓഫീസിൽ എത്തിച്ചേരണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ധനകാര്യ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് നാളെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുള്ളത്. വിശദ വിവരങ്ങൾ ഇദ്ദേഹം വെളിവാക്കണം. എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ സുതാര്യമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കണം. അതിനുശേഷം മറ്റു ഉദ്യോഗസ്ഥരെയും വളരെ വേഗത്തിൽ വിളിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നൽകാത്ത സേവനത്തിന് പണം നൽകിയെന്നും ഇവരിൽ ചിലർ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ നേരത്തെ തന്നെ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ തുടർന്നാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ കൂടി ചോദ്യം ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത്. മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും SFIOയും സമാന്തരമായ അന്വേഷണം നടത്തുന്നുണ്ട്. ചോദ്യം ചെയ്യലിന് മുന്നോടിയായി എതിർകക്ഷികളിൽ നിന്നും രേഖകൾ ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കും. എന്നാൽ ഇതിനോട് സഹകരണ മനോഭാവമല്ല എങ്കിൽ, സഹകരിക്കാൻ തയ്യാറല്ലെങ്കിൽ റെയ്ഡ് നടത്തിപ്പോലും രേഖകൾ പിടിച്ചെടുക്കുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ കടന്നേക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് വിശദമായി ചോദ്യം ചെയ്യുന്നത്. CMRL ഇല്ലാത്ത സേവനത്തിന് പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും 1,72 ലക്ഷം രൂപ നൽകി എന്നുള്ള കണ്ടെത്തലാണ് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ആദ്യം നിരത്തിയത്. അതിനൊപ്പം തന്നെ ലോൺ എന്ന നിലയിൽ, വായ്പ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇത്രയധികം തുക വീണ വിജയന് നൽകിയത്? അങ്ങനെ നൽകിയെങ്കിൽ അതിനെന്ത് സേവനമാണ് നൽകിയിട്ടുള്ളത്? കൃത്യമായ സേവനം ഒന്നും തന്നെ നൽകിയിട്ടില്ല എങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഉദ്ദേശം? ഈ വിഷയങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. കേസിൽ വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, പൊതുമേഖലാ സ്ഥാപനമായ KCDC എന്നിവരാണ് അന്വേഷണ പരിധിക്കുള്ളിൽ നിൽക്കുന്നത്. ഇല്ലാത്ത സേവനത്തിന് പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്ന് ED കണക്ക് കൂട്ടുന്നുണ്ട്. SFIOയുടെ അന്വേഷണം തടയണമെന്ന വീണ വിജയന്റെ ആവശ്യം നേരത്തെ കർണാടക ഹൈക്കോടതി വരെ എത്തിയിരുന്നു. KCDC ആകട്ടെ കേരള ഹൈക്കോടതിയിലും പോയിരുന്നു. എന്നാൽ ഇരു കോടതികളും ഈ വിഷയം തള്ളുകയായിരുന്നു.